الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وخيرته من خلقه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله أوصيكم ونفسي أولا بتقوى الله كما وصانا الله بذلك يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اهدنا وسددنا اللهم اغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിലുള്ള തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഏതൊരു വിശ്വാസിക്കും, ഏതു മതക്കാരനാകട്ടെ, ഏതൊരു ആദർശ രംഗത്ത് നിലകൊള്ളുന്ന ആൾക്കും എടുത്തു കാണിക്കുവാൻ ചില നേതാക്കന്മാരും അവരുടെ ഇതിഹാസ ചരിത്ര കഥാപാത്രങ്ങളുമൊക്കെ ഉണ്ടാകും. വിശ്വാസികളായ നമുക്കും എടുത്തു കാണിക്കാവുന്ന ചില നേതാക്കന്മാർ, മാതൃകാ വ്യക്തിത്വങ്ങൾ നമുക്കുമുണ്ട്. എന്ത് വിഷയം വരുമ്പോഴും നമുക്ക് മാതൃകയായ ചില ആളുകളെ നമ്മൾ എടുത്തു കാണിക്കും. മുഖ്യമായും പ്രവാചകന്മാരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികളായി നമ്മൾ എടുത്തു കാണിക്കാറുള്ളത് നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വിശ്വസിക്കുകയും തിരുമേനിയെ കാണുകയും ഈ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി വരും തലമുറകൾക്ക് സത്യസന്ധമായി അമാനത്തോടുകൂടി ദീന് കൈമാറുകയും ചെയ്ത, ത്യാഗവും സഹനവും ജീവിതത്തിൽ നിലനിർത്തിയ സഹാബാ കിറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും മുഅ്മിനായി വിശ്വസിക്കുകയും അങ്ങനെ ഈമാനിൽ മരണപ്പെടുകയും ചെയ്ത ആളുകളെയാണ് സഹാബ എന്ന് പറയുന്നത്. നബി തങ്ങളെ കാണാൻ, നബിയോടൊപ്പം സഹവസിക്കാൻ, വിശ്വാസിയായി നബിയെ കണ്ടുമുട്ടി വിശ്വാസിയായി മരണപ്പെടാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നാം പറയുന്നത് സഹാബി എന്നാണ്. അവർക്ക് പല സവിശേഷതകളുമുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവർ വെറും ഈ മുസ്ലിം സമൂഹത്തിലെ കേവല മെമ്പർമാർ അല്ല. അവർ നബിതങ്ങളോടൊപ്പം സഹവസിച്ചവരാണ്. ഈ ദീനിനെ വളർത്തിയവരാണ്. നമുക്ക് കൈമാറിയ നമ്മുടെ മാതൃകാ നായകന്മാരാണ്. അവരോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഒരുപാട് പ്രത്യേകതകൾ സഹാബത്തിനുണ്ട്. നബിയെ കണ്ടു എന്നത്, തിരുമേനിയെ, അവിടത്തെ തിരുശരീരം, തിരുവദനം,
അത് കാണാൻ ഭാഗ്യം ലഭിക്കുക എന്നത് തന്നെ വലിയ സവിശേഷതയാണ്. മറ്റാർക്കും കിട്ടിയിട്ടില്ല. ഈ ദുനിയാവിൽ വെച്ച് അഷ്റഫുൽ ഖൽക്കിനെ കാണാൻ ഭാഗ്യം കിട്ടിയവർ, വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയവർ, കൂടെ ദീനിനെ വളർത്താൻ അതിനുവേണ്ടി പണിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചവർ, ഇത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അത് വലിയൊരു സവിശേഷത തന്നെയാണ്. ഏറ്റവും ഉത്തമ തലമുറ എന്ന് നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചവർ. ഖൈറുന്നാസി ഖർനി, ഒരു ചെറിയൊരു പ്രയോഗമല്ല. എത്ര തലമുറകളാണ്, എത്ര ജനറേഷനാണ് ഇങ്ങനെ കടന്നുപോയത്. എത്രയോ മഹാന്മാർ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദീനിന് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്ത ആളുകളുമുണ്ട്. പക്ഷെ അവരെ കുറിച്ചൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് വിശേഷിപ്പിച്ചത് സഹാബാക്കളെ കുറിച്ചാണ്. പിന്നെ ഉത്തമ തലമുറകളായ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, രണ്ട് തലമുറകളെ കൂടി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവരാണ് താബിഈങ്ങൾ, അഥവാ സഹാബാക്കളെ കണ്ടിട്ടുണ്ട്, പ്രവാചക തിരുമേനിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സഹാബത്തിൽ നിന്ന് വിജ്ഞാനം സ്വീകരിച്ച് തലമുറകളിലേക്ക് കൈമാറി ഇവർ താബിഈങ്ങൾ. അവരെ കണ്ടവർ താബിഉ താബിഈങ്ങൾ. ഈ മൂന്ന് തലമുറകളെയാണ് സലഫുസ് സ്വാലിഹീങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. സച്ചരിതരായ, സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സഞ്ചരിച്ച മാതൃകായോഗ്യരായ മൂന്ന് തലമുറകൾ, അതാണ് സലഫ് സ്വാലിഹ്. ആ മാർഗം സ്വീകരിച്ചവരെ സലഫികൾ എന്നും പറയും. അല്ലാതെ അതൊരു പ്രത്യേകം ഒരു ഇസമൊന്നുമല്ല, അതൊരു മാർഗരേഖയാണ്. മാതൃകായോഗ്യരായ മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കുന്ന, അനുധാവനം ചെയ്യാൻ കൊള്ളാവുന്ന ഒരു തലമുറയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നതാണ് സലഫ്. അവരുടെ മാർഗം സ്വീകരിച്ചവർ സലഫികൾ. നമ്മൾ സലഫികളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സലഫുകളെ കുറിച്ച് സഹാബത്തിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് നമുക്ക് വിശുദ്ധ ഖുർആനിലെ അനേകം സ്ഥലത്ത് കാണാം. അവരെ പ്രശംസിച്ചാ പറഞ്ഞിട്ടുള്ളത്. വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും വിശ്വാസം കൊണ്ട് നേരത്തെ തന്നെ മുൻകടന്ന ആളുകൾ. ആരാണ് മുഹാജിറുകൾ? നമുക്കൊക്കെ അറിയാം. വിശുദ്ധ മക്കയിൽ നിന്ന് ആദർശം നിലകൊണ്ട് അത് സ്വീകരിച്ചതിന്റെ പേരിൽ നാട് കടത്തപ്പെട്ടവർ, അല്ലെങ്കിൽ സ്വദേശം വെടിയാൻ നിർബന്ധമായി മദീനയിലേക്കും മറ്റും ഹിജറ പോയ ആളുകളാണ് മുഹാജിറുകൾ. ഹിജറ ചെയ്തവർ, അതാണ് അതിന്റെ അർത്ഥം മുഹാജിറുകൾ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ ഹിജറ ചെയ്തു വന്ന വിശ്വാസികളായ സഹോദരങ്ങളെ സ്വീകരിക്കുകയും മദീന എന്ന ആ നാട് വിശ്വാസത്തിന്റെ ഗേഹമായി അവരെ സ്വീകരിച്ച്, അവരെ സഹോദരങ്ങളായി സ്വീകരിച്ച് വേണ്ട എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തവർ സഹായികൾ എന്ന അർത്ഥത്തിൽ അൻസാരികൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് അവരെയും വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല നിലയ്ക്ക് ഇവരുടെ മാർഗം സരണി സ്വീകരിച്ച് പിന്തുടർന്ന ആളുകളെയും റളിയല്ലാഹു അൻഹും, അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നാണ്. വറദൂ അൻഹു, അള്ളാഹു വാഗ്ദാനം ചെയ്ത പ്രതിഫലത്തിലും അവരും സംതൃപ്തരാണ്. നമുക്ക് എന്തൊരു പ്രശംസയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞത് വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ, എന്നെന്നും ശാശ്വതരായിക്കൊണ്ട് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂങ്കാവനങ്ങളിൽ അവർക്ക് അള്ളാഹു എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അത് അവർക്കുള്ളതാണ്. അള്ളാഹു എടുത്തു പറഞ്ഞു, വലിയൊരു പ്രശംസയാണ്. ദാലിക്കൽ ഫൗസുൽ അദീം, അതിമഹത്തായ വിജയം അതാണ്. എങ്കിൽ ആ സ്വഹാബാക്കൾ സഞ്ചരിച്ച മാർഗം സ്വീകരിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും ഈ പറഞ്ഞ സ്വർഗം, ഈ പറഞ്ഞ വിജയം നമുക്ക് നേടാൻ കഴിയും. അതുകൊണ്ട് സഹാബാക്കളെ സ്നേഹിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സഹാബാക്കളെ കുറിച്ച്, നബിയുടെ അനുചരന്മാരെ കുറിച്ച് മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ പോലും പ്രശംസയുണ്ട്. അവരെ മദ്ഹ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹിന്റെ അവസാന വചനം നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതരാണ്. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, അവിശ്വാസികളോട് ആദർശനിഷ്ഠത കാർക്കശ്യം കാണിക്കുന്നവരും വിശ്വാസികളോട് പരസ്പരം കാരുണ്യത്തോട് സഹവർത്തിക്കുന്നവരുമായ സഹാബാക്കൾ നബിയോടൊപ്പമുണ്ട്. അവരെ പ്രശംസിക്കാൻ അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത് റുഹമാഉ ബൈനഹും, പരസ്പരം അവർക്കിടയിൽ കാരുണ്യത്തോടുകൂടി റഹ്മത്തോടുകൂടി ഇടപഴകുന്നു എന്നാണ്. മാത്രമല്ല തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വരിദ്വാന, സാഷ്ടാംഗം നമിക്കുന്നവരും അഥവാ റുകൂഉം സുജൂദും ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കുന്ന ആളുകൾ, അവരാണ് സഹാബാക്കൾ.
ഇവർ അള്ളാഹു അല്ലാതെ പ്രശംസിച്ചു. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, സാഷ്ടാംഗം ചെയ്തതിന്റെ അടയാളങ്ങൾ അവരുടെ മുഖങ്ങളിൽ കാണാം. നിസ്കാരത്ത് അഴമ്പുണ്ടാകുക എന്നല്ല, ഈമാനിന്റെ ശോഭ അവരുടെ മുഖങ്ങളിലുണ്ട്, വിശ്വാസത്തിന്റെ തെളിമ അവരിലുണ്ട്, ആദർശ ധീരത നിഷ്ഠത അവരിൽ തെളിഞ്ഞു കാണാം ആണ് സഹാബാക്കൾ. അവർ അള്ളാഹു താല എടുത്ത് പ്രശംസിച്ചു പറഞ്ഞു, മസലുഹും ഫി തൗറാത്ത്, അവരുടെ ഉപമ തൗറാത്തിലുണ്ട്, അതുപോലെ മസലുഹും ഫിൽ ഇൻജീൽ, ഇൻജീലിലുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു താല ഈ സഹാബാക്കളെ പ്രശംസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നബിയോടൊപ്പം ജീവിക്കുവാനും ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുവാനും ഭാഗ്യം ലഭിച്ചവർ എന്ന നിലയിൽ സ്വഹാബാക്കൾ എല്ലാവരും മികച്ചവരാണ്. എന്നാൽ അവരിൽ തന്നെ ശ്രേഷ്ഠതയിൽ പല ദർജയാണ്. എല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു തആല പദവി നൽകിയിട്ടുണ്ട്. എങ്ങനെ? റസൂലുമാർക്കിടയിൽ പോലും അള്ളാഹു തആല ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയെന്നാണല്ലോ. തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, പ്രവാചകന്മാരിൽ തന്നെ അള്ളാഹു തആല ചിലർക്ക് മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അഫ്ദലുർ റുസുൽ നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ഉത്തമർ. എന്നല്ല, അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ഉന്നതൻ ഷറഫുള്ളവൻ, അതും നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബീന ഇബ്രാഹിം ഖലീലുല്ലാഹ് അലൈഹിസ്സലാമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ശ്രേഷ്ഠതകൾ പറയുമ്പോൾ കാണാം. ഇതുപോലെ സഹാബാക്കളെ പറയുമ്പോൾ ഏറ്റവും സ്ഥാനം മുഹാജിറുകൾക്കാണ്, പിന്നെ അൻസാറുകൾക്കാണ്. നേരത്തെ പറഞ്ഞ മുഹാജിറുകൾ മക്കയിൽ നിന്നും പലായനം ചെയ്ത സഹാബാക്കൾ, അവരെ സ്വീകരിച്ച അൻസാറുകൾ. ഇനി വ്യക്തികളെ നോക്കുകയാണെങ്കിൽ ചിലർ 10 പേർക്ക് പ്രത്യേകത നൽകിയത് കാണാൻ കഴിയും. അൽ അശറത്തുൽ മുബശ്ശറൂൻ, സ്വർഗമുണ്ടെന്ന് പ്രവാചകരുടെ തിരുനാവിനാൽ ഈ ലോകത്ത് വെച്ച് തന്നെ അറിയിക്കപ്പെട്ട സന്തോഷ വാർത്ത കിട്ടിയവർ. അതിൽ പ്രധാനികളാണ് 4 ഖലീഫമാർ. അവർ ഏറ്റവും സ്ഥാനം അർഹിക്കുന്നവരാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവരാണ് 4 അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്നറിയപ്പെടുന്നവർ. ഇങ്ങനെയൊക്കെ പിന്നീട് ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ. ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബദരീങ്ങളെ സ്നേഹിക്കേണ്ടവരും അവർക്ക് ഉള്ള പദവി അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ അവരുടെ ഹയാത്തിൽ തന്നെ, അവർ ജീവിച്ചിരിക്കവെ തന്നെ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് അള്ളാഹു എല്ലാ തെറ്റുകളും മാപ്പ് നൽകി എന്നാണ് പുറത്തുകൊടുത്ത ആൾക്കാരാണ്. ആ ബദറിൽ ഹാജരായവർ മലക്കുകളിൽ, ബദറിൽ ഹാജരായ മലക്കുകൾ ഉത്തമരാണ്, ഖൈറാണ്. മനുഷ്യരിൽ ഉത്തമർ ഈ ബദരീങ്ങൾ ആണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. വലിയ ശ്രേഷ്ഠതയാണ് അവർക്ക് നൽകുന്നത്. പിന്നെ ഉഹുദിൽ പങ്കെടുത്തവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെ പ്രധാനമായ ഹുദൈബിയ സന്ധിയിൽ ബൈഅത്തു റിദ്വാൻ എന്ന ചരിത്ര പ്രസിദ്ധമായ പ്രവാചകരോട് ബൈഅത്ത് ചെയ്ത ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം വിശദീകരിക്കുന്നില്ല, എങ്കിലും അവിടെ പങ്കെടുത്ത സഹാബാക്കൾ അവർക്കൊക്കെ വലിയ മഹത്വം പോരിശ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും സഹാബാക്കളെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ, മക്ക വിജയത്തിനു മുമ്പ് ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുകയും ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യുകയും ചെയ്ത ആളുകൾ അതിനുശേഷം വന്നവരെ പോലെ ആകൂല എന്നാണ്. ലാ യസ്തവി, തുല്യരാവുകയില്ല. സഹാബാക്കളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതാണ്, ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു. മക്ക വിജയത്തിനു ശേഷം, ഇസ്ലാം ശക്തിയാർജിച്ചതിന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരികയും പ്രവാചകരെ കാണുകയും ചെയ്ത സഹാബാക്കൾ പോലും അതിനു മുമ്പ് വന്ന മക്ക വിജയത്തിന് വന്ന ആളുകളുടെ പദവി ഇല്ലെന്നാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നബിയെ കാണാത്ത പിന്നീട് വന്നവരായ ആളുകൾക്ക് എങ്ങനെയാണ് ഈ ദർജയിലെത്താൻ കഴിയുക? എന്തു വലിയ മഹത്വമാണ് ആ സഹാബത്തിനുള്ളത്, ആലോചിച്ചു. അത്ര വലിയ പ്രശംസയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് സഹാബാക്കൾ മറ്റു ചില ആളുകളോട്, അബൂബക്കർ, ഉമർ, ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹകരിച്ചിരുന്ന, സഞ്ചരിച്ചിരുന്ന, എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്ന, ഒരുപാട് സഹിച്ച സഹാബാക്കളെ പ്രത്യേകം നമ്മൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട്, സ്നേഹിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ നമ്മളൊരു കേവലം ഹിസ്റ്ററി പഠിക്കുക എന്നതിലുപരി ചില മഹാന്മാരെ, ചില വ്യക്തികൾ നമ്മൾ അറിയണത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അവർ സഞ്ചരിച്ച പാത തിരഞ്ഞെടുക്കുക, അവരെങ്ങനെ നബിയെ സ്നേഹിച്ചിരുന്നു, അവരെങ്ങനെ ഖുർആനിനെ സ്വീകരിച്ചിരുന്നു, അവരെങ്ങനെ ആയത്തുകളെയും ഹദീസുകളെയും മനസ്സിലാക്കിയിരുന്നു. ഈ രൂപത്തിൽ മനസ്സിലാക്കുക, അവരുടെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ സഹാബത്തിന്റെ ചരിത്രവും അവരുടെ മഹത്വമൊക്കെ നമ്മൾ പറയണത്. ദീന് സ്വീകരിക്കേണ്ട പ്രധാന സ്രോതസ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ മനസ്സിലാക്കിയ രൂപത്തിലാണ്. എല്ലാവരും ഖുർആനും സുന്നത്തും എന്നൊക്കെ പറയും. നമുക്കറിയാം, മുസ്ലിം സമൂഹത്തിൽ പല ആദർശക്കാരും വ്യതിയാന കക്ഷികളുമുണ്ട്. എല്ലാവർക്കും പറയാനുള്ളത് ഖുർആനും സുന്നത്തും തന്നെയാണ്.
നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, സുന്നത്ത് പറയുന്നുണ്ട് എന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിക വചനം, പ്രവാചക തിരുമേനിയുടെ ഹദീസ്, സഹാബാക്കൾ ആരെങ്കിലും ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്നത് മുഖ്യമാണ്. അതിനാണ് മൻഹജു സലഫ് എന്ന് നമ്മൾ പറയുന്നത്. മുൻഗാമികളുടെ പാത, അവരുടെ മാർഗം, അവരെങ്ങനെ പ്രമാണങ്ങളെ നോക്കിക്കണ്ടുവോ അപ്രകാരം പ്രമാണങ്ങളെ നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യലാണ് മൻഹജു സലഫ്. നമുക്ക് നിർബന്ധമാണ്. ഒരാൾക്കും ഖുർആനും ഹദീസും എടുത്തു വെച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. എനിക്ക് തോന്നുന്ന പോലെ നമുക്കറിയാം, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്നുള്ളത് അറബി ഭാഷയിൽ ഇറങ്ങിയതാണ്. അത് ഇറങ്ങിയ പ്രഥമ ഓഡിയൻസ് ഉണ്ട്, അതാണ് സഹാബാക്കൾ. അവർക്ക് കൂടുതൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അവഗാഹമുണ്ട്. അവര് വിശ്വാസത്തിൽ വ്യതിചലിക്കാത്തവരാണ്. അവരുടെ വിശ്വാസം നമ്മൾ സ്വീകരിച്ച് നമ്മൾ രക്ഷപ്പെട്ടു, തീർച്ചയാണ്. കാരണം അള്ളാഹു പ്രശംസിച്ചു അവരെ, റളിയല്ലാഹു അൻഹും വറദുഅൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ച് പിന്നെ അഹ്ലു ബൈത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വ അഹ്ലു ബൈത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്തിനെ, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചക കുടുംബത്തിലെ വിശ്വാസികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി, സഹാബാക്കൾ നിരനിന്ന ഒരു സന്ദർഭത്തിൽ, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, എന്റെ കുടുംബക്കാരുടെ വിഷയത്തിൽ വിശ്വാസികളെ നിങ്ങളെ നാം അള്ളാഹുവിനെ മുൻനിർത്തി ഓർമ്മപ്പെടുത്തുന്നു. അവരുടെ വിഷയത്തിൽ ചില ബാധ്യതകളുണ്ട്. അവരെ ബഹുമാനിക്കണം. അഹ്ലുൽ ബൈത്തിനെ, നബി കുടുംബത്തെ. നമ്മൾ നബി കുടുംബത്തെ അവഗണിക്കുന്നവരല്ല. നബി കുടുംബത്തിന്റെ പേരിൽ മറ്റു ചില സഹാബാക്കളെ തള്ളിപ്പറയുകയോ അവരെ ആക്ഷേപിക്കുകയോ ലഅനത്ത് ചെയ്യുന്നവരും അല്ല. ഇന്ന് മധ്യമ നിലപാടാണ് നമുക്കുള്ളത്. മുസ്ലിം ലോകത്ത് സഹാബാക്കളുടെ വിഷയത്തിൽ മധ്യമ നിലപാടാണ്. ചിലരോട് പ്രത്യേക സ്നേഹം, മറ്റു ചിലരെ ഇകഴ്ത്തുക, അവഗണിക്കുക, അവരെ ലഅനത്ത് ചെയ്യുക, അത് നമുക്കില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സഹാബത്തിനോടും സ്നേഹമാണ്, പ്രിയമാണ്. എന്നാൽ ചിലർക്ക് പ്രത്യേക സ്ഥാനം നൽകിയവർ ആ സ്ഥാനം നമ്മൾ നൽകുകയും ചെയ്യും. ഇതാണ് നമ്മുടെ നിലപാട് എന്നുള്ളത്. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സ്വതക്ക നിഷിദ്ധമായവരാണ്. സകാത്ത് അവർക്ക് ഹറാമാണ്, അവർക്ക് തിന്നാൻ പാടില്ല, അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഇനി പരമദരിദ്രരായി പരവശരായി ജീവിക്കേണ്ടി വന്നാലും സകാത്തിന്റെ മുതൽ അവർക്ക് അനുവദനീയമല്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അവരാണ് അഹ്ലുൽ ബൈത്ത്. അതിൽ ആരൊക്കെ ഉൾപ്പെടും എന്നതിൽ നമ്മൾ ആയത്തുകളും ഹദീസുകളൊക്കെ നോക്കുമ്പോൾ പണ്ഡിതന്മാർ വിവിധ രൂപങ്ങൾ വിശദീകരിച്ചത് കാണാം. എങ്കിലും പ്രവാചക പത്നിമാർ, ബനു ഹാഷിം, ബനുൽ മുത്തലിബ് എന്ന നബി കുടുംബത്തിൽ അവിടുത്തെ പരമ്പരയിലുള്ളവർ, ആ സന്താനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന വഴിയിലൂടെ ഉള്ളവർ, ഇവരൊക്കെയാണ് അഹ്ലുൽ ബൈത്ത് എന്നറിയപ്പെടുന്നത്. അവർക്ക് സ്വതക്ക പാടില്ല, സകാത്ത് പാടില്ല, അവർക്ക് നിഷിദ്ധമാണ്. അത്ര ശ്രേഷ്ഠതയുള്ള നബി കുടുംബം, അവരോട് നമുക്ക് ചില ബാധ്യതകളും പ്രത്യേക സ്നേഹങ്ങളും ഒക്കെ ഉണ്ട്. അത് തീർച്ചയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരു യമനിൽ നിന്ന് കിട്ടിയ ഒരു വസ്ത്രം, ഒരു അല്പം വലിപ്പമുള്ള ഒരു വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമലിൽ പുതച്ചിരുന്നു. മഹാന്മാരായ സ്വർഗത്തിലെ സയ്യിദുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അൽ ഹസൻ വൽ ഹുസൈൻ, നബി തങ്ങളുടെ പുത്രിയായ ഫാത്തിമയുടെയും അലിയാർ തങ്ങളുടെയും മക്കൾ, അൽ ഹസൻ വൽ ഹുസൈൻ. ഹസൻ ഓടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുതപ്പിനകത്തേക്ക് ഹസനെ ചേർത്ത് പിടിച്ചു. പിന്നീട് ഹുസൈൻ വന്നു, ഹുസൈനെയും ചേർത്ത് പിടിച്ചു. പിന്നീട് മകൾ ഫാത്തിമ വന്നു, ഫാത്തിമയെയും ആ പുതപ്പിന്റെ ഉള്ളിലാക്കാൻ ശ്രമിച്ചു. പിന്നീട് വരുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തട്ടത്തിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തോതി, ഇന്നമാ യുരീദുല്ലാഹു ലിയുതഹിറ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറ. നിങ്ങളിൽ നിന്നും റിജ്സ്, മ്ലേച്ഛത നീക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മാലിന്യം, എല്ലാവിധ മ്ലേച്ഛതകളെ നിങ്ങൾ നീക്കുവാൻ, നിങ്ങളെ ശുദ്ധീകരിക്കുവാനുമാണ് അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് എന്ന വചനം സൂറത്തുൽ അഹ്സാബിൽ ആയത്തോതി കൊടുത്തു നമുക്ക് കാണാം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ്. റിജ്സ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലും സ്വഭാവത്തിലും വരുന്ന മ്ലേച്ഛതകൾ, എല്ലാവിധ മാലിന്യങ്ങൾ. അവർ ശിർക്കിൽ നിന്ന് മുക്തരാണ്, സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് മുക്തരാണ്, അവരെ സംശുദ്ധീകരിച്ചു, അവർ മാതൃകാ യോഗ്യരാണ്. ആ അഹ്ലുൽ ബൈത്ത്, അവരെ ചേർത്ത് പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം ഓതിയെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു മഹത്വം നമ്മൾ അഹ്ലു ബൈത്തിന് കൊടുക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ്. അത് പ്രിയപ്പെട്ടവരെ നമ്മൾ നിലനിർത്തണം. അവരെ മാതൃകയാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മുസ്ലിമിന്റെ വിശ്വാസം എങ്ങനെയാകണം? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആൾ
സഹാബാക്കളോടുള്ള നിലപാട് എങ്ങനെയാകണം എന്ന് പറയുന്നിടത്ത് ഇമാം അബൂ ജഅഫർ അത്ത്-തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, വനുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാം മുസ്ലിമീങ്ങൾ പ്രവാചകരുടെ അസ്ഹാബിനെ സ്നേഹിക്കുന്നു. വലാ നുഫ്രിതു ഫീ ഹുബ്ബി അഹദി മിൻഹും, അവരിൽ ഒരാളോടുമുള്ള സ്നേഹത്തിൽ ഒരു അതിര് കവിച്ചിലുമില്ല, അതിരുവിടാൻ പാടില്ല. അവരുടെ മരണശേഷം ഖബർ കെട്ടിപ്പൊക്കുക, അവരോട് വിളിച്ച് ഇസ്തിഗാസ നടത്തുക, പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക ഇല്ല. അഹ്ലു ബൈത്തിൽ എന്തെങ്കിലും പ്രത്യേക ദൈവികത്വം കൽപ്പിക്കുക ഇല്ല, അതിര് കവിച്ചിലില്ല. എന്നാൽ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു. മാത്രമല്ല വലാ നതബറഉ മിൻ അഹദിൻ മിൻഹും, സഹാബാക്കളിൽ ഒരാളോട് നമുക്ക് വിദ്വേഷമില്ല, ആരും നമ്മൾ മുക്തരല്ല, എല്ലാവരും സ്നേഹിക്കും, ചേർത്ത് പിടിക്കും. ചില ആളുകളൊക്കെ കാണാം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ഇസ്ലാമിക ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായി ഉമ്മത്തിന് വേണ്ടി എല്ലാം ചെയ്ത, ഒരുപാട് ചെയ്ത ആളുകളെ ഒന്നും ചെയ്യാത്ത കുറെ ആളുകൾ വന്ന് ഉമ്മത്തിന് വിനാശമുണ്ടാക്കുന്ന തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇതുപോലുള്ള സഹാബാക്കളെ ചീത്ത പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നൗദുബില്ലാ, നമ്മൾ അത്തരക്കാരെ അവഗണിക്കുക, അത് നമ്മുടെ വിശ്വാസമല്ല എന്ന് തിരിച്ചറിയുക. സഹാബാക്കൾ കുറ്റമുക്തരല്ല, പാപമുക്തരല്ല എന്നത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ്. നമുക്കതിൽ തർക്കമൊന്നുമില്ല. സഹാബികൾ മനുഷ്യരാണ്, പ്രവാചകന്മാരെ പോലെ മഅസൂമികളല്ല. ചിലപ്പോൾ ചില സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ എങ്കിലും ആ മഹാന്മാരെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഇമാം ത്വഹാവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അവരോട് വെറുപ്പുള്ളവരോട് നമുക്ക് വെറുപ്പാണ്. സഹാബത്തിനെ വെറുക്കുന്നോ അവനോട് നമുക്ക് വെറുപ്പാണ്, ബന്ധമില്ല. അവൻ നമുക്ക് സ്നേഹിക്കാൻ പാടില്ല. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ആദർശ പുരുഷന്മാരെ വെറുക്കുകയോ അബൂബക്കർ ഉമറിനെ വെറുക്കുകയോ അവരെ ലഅനത്ത് ചെയ്യുകയോ, ഇത് വലിയ വിഷയമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഇമാം ത്വഹാവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വലാ നദ്കുറുഹും ഇല്ലാ ബിഖൈർ, നല്ലതല്ലാതെ അവരെ കുറിച്ച് നമ്മൾ ഒന്നും പറയില്ല. സഹാബത്തിനെ കുറിച്ച് വഹുബ്ബുഹും ദീനും വ ഈമാനും വ ഇഹ്സാൻ, സഹാബത്തിനോടുള്ള സ്നേഹം അത് ദീനാണ്, നമ്മുടെ മതമാണ്, ആദർശമാണ്, ഈമാനാണ്, അത് പുണ്യം, ഇഹ്സാനാണ്. എന്നാൽ അവരോടുള്ള വെറുപ്പ് വബുഗ്ദുഹും കുഫ്റുൻ വ നിഫാഖും വ തുഗ്യാൻ, സഹാബത്തിനെ വെറുക്കുക എന്നുള്ളത് അവിശ്വാസമാണ്, കാപട്യമാണ്, അതിക്രമമാണ്. ഇത്ര വ്യക്തമാണ്. ഇതൊരു മുസ്ലിമിന്റെ ആദർശമായി മാറണം. അല്ലാഹു തആല നമ്മെ എല്ലാം ഈ ഒരു വിശ്വാസത്തിൽ സഹാബത്തിനെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരാവർത്തി കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹാബാക്കളുടെ വിഷയത്തിൽ അതിര് കവിച്ചിൽ നമുക്ക് പാടില്ല. അള്ളാഹു നൽകിയ സ്ഥാനവും കടന്ന് അവർക്ക് ചില പദവികൾ നൽകുക, നേരത്തെ പറഞ്ഞതുപോലെ അവരിൽ എന്തെങ്കിലും ഒരു ദിവ്യത്വം നൽകുക, കൽപ്പിക്കുക, അത് നമുക്ക് പാടുള്ളതല്ല. എന്നാൽ അർഹിക്കുന്ന സ്ഥാനം കുറച്ചു കാണിക്കാനും പാടില്ല. ഈ വിഷയത്തിൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ തുടക്കം സഹാബത്തിന്റെ കാലത്ത് തന്നെ ചില വ്യതിയാന കക്ഷികൾ തലപൊക്കിയിട്ടുണ്ട്. പ്രധാനമായി ഖവാരിജുകൾ എന്നറിയപ്പെടുന്നവർ സഹാബത്തിനെതിരെ അന്ന് അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ, ഭരണകാലഘട്ടത്തിൽ വിപ്ലവം നയിച്ച ഖലീഫയ്ക്കെതിരെ പോരാടിയ ആളുകളെയാണ് മുസ്ലിമീങ്ങളെ അവിശ്വാസികളായി കാണുകയും അലിക്ക് തെറ്റുപറ്റി, പിഴച്ചുപോയിട്ടുണ്ട്, അതുകൊണ്ട് അലി കാഫിറായി എന്നൊക്കെ പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ മുസ്ലിങ്ങൾക്കെതിരെ പോരാടുകയും രക്തം ചിന്തുകയും ചെയ്തവരാണ് ഖവാരിജ്. മറ്റൊരു വിഭാഗം അവിടെ തലപൊക്കി. അവരാണ് ഷിയാക്കൾ എന്നറിയപ്പെടുന്നവർ. ഷിഅത്തു അലി എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഷിയ എന്ന് പറഞ്ഞാൽ സംഘം, അനുഗാമികൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അലിയുടെ ആളുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിച്ചത്. എന്നാൽ അവർ അലിയുടെ എതിരാളികളായിരുന്നു. പ്രവാചകരെയും പ്രവാചക കുടുംബത്തെയും നിന്ദിച്ച ഇതുപോലൊരു വിഭാഗം വേറെ ഇല്ല, ഷിയാക്കൾ. അവര് പിന്നീട് നബി കുടുംബത്തിന്റെ പേരിൽ പല അതിരുകവിച്ചിലുകൾ നടത്തി. അവരിൽ ചിലർ അലി റളിയല്ലാഹു അൻഹുവിന് ദൈവികത്വം പോലും കൽപ്പിച്ചിട്ടുണ്ട്. ഉലൂഹിയത്ത് അഥവാ അള്ളാഹു അലിയിൽ അവതരിച്ചിട്ടുണ്ട് എന്ന വിശ്വാസമുള്ളവർ പോലും ഉണ്ട്. അലിക്കാണ് നുബുവത്ത് കിട്ടേണ്ടത്, ജിബ്രീലിന് മാറിപ്പോയി പിഴച്ചതാണ് എന്ന് വിശ്വസിക്കുന്നവർ അവരിലുണ്ട്. പലതരക്കാരാണ്, തീവ്രത കൂടിയ ചില ആളുകളാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പിഴച്ച വിശ്വാസമുള്ള ആളുകൾ, അത് തീർന്നില്ല. പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി, നമുക്കറിയാം,
ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വീണ്ടും അവരുടെ വിശ്വാസത്തിൽ അനേകം വൈകല്യങ്ങൾ കടന്നു പിടിപ്പെടുകയും വിവിധ കക്ഷികളായി പിരിയുകയും ഇന്നും മുസ്ലിം ലോകത്തിന് ഇന്നും വിനാശകാരികളായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഷിയാക്കൾ. അവർ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വിശ്വാസ രംഗത്തും അവരുടെ ഇടപെടലുകളും ഒക്കെ മുസ്ലിം സമൂഹത്തിന് അവർ വരുത്തി വെക്കുന്ന വിന ചെറുതൊന്നുമല്ല. ഇത് പറയാനൊരു കാര്യം, പ്രത്യേകിച്ച് ഇപ്പോൾ ജൂത സയനിസ്റ്റ് ഭീകരരുമായി കൊണ്ട് അറിയപ്പെട്ട ഷിയാക്കളുടെ റാഫിദികൾ, തീവ്ര ഷിയാക്കൾ, അവർ നടത്തിയ ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങളുടെ പൊതുവിലുള്ള ഒരു സമീപനം, അവരുടെ കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ കാണുന്നുണ്ട്. തെറ്റായ ചില സമീപനങ്ങൾ. നമുക്കറിയാം, ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളെ കാലങ്ങളായി അധിനിവേശം നടത്തി അവിടെ കൂട്ടക്കൊലകൾ നടത്തുന്ന, മുസ്ലിമീങ്ങളുടെ അവകാശങ്ങളെ ഹിംസിച്ചു കൊണ്ടിരിക്കുന്ന നികൃഷ്ടരായ സയനിസ്റ്റുകൾ, അവരുടെ കിരാതമായ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ ശിക്ഷ നടപ്പിലാക്കുമാറാകട്ടെ. അവരുടെ ശക്തി അള്ളാഹു ക്ഷയിപ്പിക്കുമാറാകട്ടെ. എത്ര കാലമാണ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കെതിരിൽ ചില ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവിടെ ചില നാശനഷ്ടങ്ങൾ വരുത്തിയപ്പോൾ ചില താരവേഷം ഈ റാഫിദികൾ മുസ്ലിമുകളുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടോ, താരങ്ങളായി തീരുന്നുണ്ടോ എന്ന് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സയനിസ്റ്റുകൾക്ക് കിട്ടുന്ന ഏതൊരു പ്രഹരവും നമ്മുടെ മനസ്സിന്റെ കുളിർമയാണ്, ഒരു സംശയമില്ല. മുസ്ലിമുകൾക്കെതിരെ നാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരർ, ജൂത ഭീകരന്മാർക്കെതിരിൽ വരുന്ന ഏതൊരു നാശവും നമുക്ക് സന്തോഷം പകരുന്നതാണ്, ഒരു തർക്കമില്ല. പക്ഷെ അതിനുവേണ്ടി പ്രയത്നവർ, അവരെ നമ്മൾ വായിക്കുമ്പോൾ, അവരെ മനസ്സിലാക്കുമ്പോൾ, ഈ ജൂതർ സയനിസ്റ്റുകൾ കാലങ്ങളായി എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ പ്രവർത്തനം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിലെന്ന് പറയാം. മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിലും കശാപ്പ് ചെയ്യുന്നതിലും ഒട്ടും പിന്നിലല്ലാത്തൊരു വിഭാഗം തന്നെയാണ് ഇറാനികൾ, റാഫിദികൾ. ഇറാഖിലും ലുബ്നാനിലും സിറിയയിലുമൊക്കെ കൂട്ടക്കുരുതികൾ നടത്തിയ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ സ്വന്തം വീട് വിട്ട് പലായനം ചെയ്ത് സ്വന്തമായി ഭവനമില്ലാതെ ഭവനരഹിതരായി ഒരുപാട് കുട്ടികൾ, വൃദ്ധർ എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇവര്. ഇവരൊരു പ്രഹരം ഏൽപ്പിച്ചു എന്നത് കൊണ്ട് നല്ലത്, നമുക്കാണെങ്കിൽ അങ്ങനെ കരുതാം. സയനിസ്റ്റുകൾക്ക് വരുന്ന ഒരു പരിക്ക് നമുക്ക് ഖൈർ തന്നെയാണ്, നമ്മൾ അതിനെക്കുറിച്ച് നല്ലത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നഷ്ടങ്ങൾ വരുത്തട്ടെ, അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കട്ടെ എന്ന് തന്നെയാണ് മുസ്ലിമിന്റെ ആഗ്രഹം, സംശയമൊന്നുമില്ല. പക്ഷെ അതിന്റെ പേരിൽ നമ്മളോട് അതേ നിലപാട് സ്വീകരിക്കുന്ന ചില ആളുകൾ താരങ്ങളായി നമുക്ക് മാറരുത്. ഇവിടെ ആദർശം നമ്മൾ മനസ്സിലാക്കണം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ തുടങ്ങിയ സഹാബാക്കളെ പ്രാകുന്ന, ശപിക്കുന്ന, കാഫിറുകളെന്ന് വിശ്വസിക്കുന്ന, ജൂതന്മാരെക്കാൾ നികൃഷ്ടരാണവർ. ആ അബൂബക്കറിനോടും ഉമറിനോടും സ്നേഹം വയ്ക്കുന്നവരും ജൂത നസാറാക്കളെക്കാൾ പിഴച്ചവരും അവരുടെ രക്തം ഹലാലാണെന്ന് വിശ്വസിക്കുന്ന ഇറാനി ഭരണകൂടം, അൽ ഇസ്നാ അശരിയ, തീവ്ര ഷിയ വിഭാഗം, അതൊരു ചെറിയ ഒരു മൃദുല സമീപനം ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല, നമ്മൾ മനസ്സിലാക്കണം. കേവലം പിന്നെ സുന്നി ഷിയ ഒരു ആദർശ തർക്കമല്ലേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോ സയനിസ്റ്റുകൾക്കെതിരെ ഉള്ള ഒരു പോരാട്ടമല്ലേ, അവരല്ലേ പിന്തുണയ്ക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവര് മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ അവർ ജൂതന്മാരെക്കാൾ മുമ്പിലാണ് മുസ്ലിമീങ്ങളെ വകവരുത്തുന്നതിൽ. എത്രയോ അവരുടെ ഗ്രന്ഥങ്ങളും പ്രസ്താവനകളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോഴും അവരുടെ ആദർശം അത് തന്നെയാണ്. ചരിത്രത്തിലുടനീളം വഞ്ചന മാത്രം മുസ്ലിമീങ്ങളോട് നടത്തിയിട്ടുള്ള വിഭാഗം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ ആരെങ്കിലും, ഇത് പറയുന്നവരെ, ഇറാൻ അല്ലെങ്കിൽ ഷിയ വിഭാഗത്തിനെതിരെ സംസാരിക്കുന്നവരെ സയനിസ്റ്റ് എന്ന് ചാപ്പകുത്തുന്ന ചില സ്വഭാവം നമ്മുടെ ആളുകളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചില സംഘടനക്കാരും ചില പ്രത്യേക ആളുകൾ, അജണ്ടകളുള്ളവരുമൊക്കെ. എന്നാൽ പിന്നെ ദുർബലരായി, പിന്നെ കാര്യമായി ഇടപെടാൻ കഴിയാത്ത അറബ് രാഷ്ട്രങ്ങൾ, എന്നാൽ മുസ്ലിമീങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളെയും അവർ മുസ്ലിമീങ്ങളെ അവർക്കെതിരിൽ ചിന്തിക്കുവാനും അവർക്കെതിരിൽ തിരിയുവാനുമുള്ള പ്രേരണകൾ ഉണ്ടാക്കുകയാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെ. ഇപ്പൊ ഖിലാഫത്തുർ റാഷിദ എന്നും ഖലീഫമാരുടെ ഭരണമൊന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും താരതമ്യേന മുസ്ലിങ്ങൾക്ക് ലോകത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, തൗഹീദിനും ഇസ്ലാമിന്റെ പ്രചരണത്തിനും വേണ്ടിയൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, താരതമ്യേന നമുക്ക് കാണാവുന്ന നല്ല ഭരണകൂടങ്ങളെയും നല്ല രാജ്യങ്ങളെയും, അഥവാ മുസ്ലിം രാജ്യങ്ങളെ, അവരെ തെറി പറയുക,
അവർക്കെതിരിൽ ആളുകളെ തിരിച്ചുവിടുക, ഇത്തരം തീവ്ര ഷിയ വിഭാഗങ്ങളെ നിസാരവൽക്കരിക്കുക, മുസ്ലിങ്ങളിൽ സ്വാധീനമുണ്ടാക്കുക എന്നുള്ള പ്രവർത്തനം ഇപ്പൊ നടക്കുകയാണ്. അത് പ്രത്യേകം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് മാത്രം. കഴിഞ്ഞ നമ്മുടെ ചില പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രൂഫ് പോയിന്റ് എന്ന ഒരു പ്രോഗ്രാം, നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിൽ പ്രത്യേകം എടുത്ത് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഷിയാക്കൾ മുസ്ലിം ലോകത്തിന് വരുത്തുന്ന അപകടങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളുടെ വിനാശത്തിൽ നിന്നും നമ്മയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരിൽ ചിന്ത കൊണ്ടും കായികമായും അവരെ നശിപ്പിക്കുവാൻ, അവരെ തളർത്തുവാൻ പരിശ്രമിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ കുതന്ത്രങ്ങൾ അവരുടെ നേരെ തിരിച്ചുവിടുമാറാകട്ടെ. നമുക്ക് ഈമാനും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീനിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു തആല ആശ്വാസമേകുമാറാകട്ടെ. അവർക്ക് സഹായവും അള്ളാഹുവിന്റെ വിജയവും അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തിക പരാധീനതകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു എളുപ്പമുണ്ടാക്കട്ടെ. ദുനിയാവിന്റെ കുടുസത അള്ളാഹു നീക്കി അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന വിശ്വാസികളാക്കി അള്ളാഹു നമ്മെ തീർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات آمين برحمتك يا أرحم الراحمين. صلى الله وسلم.